നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? സുജിഷ കള്ളിയത്ത്. ചേച്ചി ഇപ്പോൾ ചേർപ്പ് പഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ്. ചേച്ചി ഇപ്പോൾ BJP അംഗത്വം സ്വീകരിച്ച് കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ ഉപേക്ഷിച്ച് BJP ചേർന്നു. എന്താണ് കാരണം? എന്താണ്? നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ വിഷയങ്ങൾ, എന്തെങ്കിലും പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്ന കാര്യത്തിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ അലംഭാവമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. തുടരെ അത് ഭരണസമിതിക്കകത്തും അത് പ്രകടമായി തുടങ്ങി. 10 മെമ്പർമാരാണ് UDF ഉണ്ടായിരുന്നത്. ആ UDF 10 മെമ്പർമാരും 10 തരത്തിലാണ് പെരുമാറാറുള്ളത്. വളരെ ഒറ്റപ്പെട്ട ഒരു സാഹചര്യങ്ങളായിരുന്നു ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ആയിരുന്നത്. എല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. പഞ്ചായത്തിന്റെ പദ്ധതികൾ തന്നെ പഞ്ചായത്ത് തീരുമാനിക്കുന്ന സമയങ്ങളിൽ ഉദ്ഘാടനം മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടും കോൺഗ്രസിന്റെ മെമ്പർമാർ തന്നെ അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് പ്രസിഡന്റ് അവിടെ ഉദ്ഘാടനത്തിൽ ചെല്ലുമ്പോൾ പ്രസിഡന്റിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റും ഒട്ടേറെ അത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായി. അതെല്ലാം നേരത്തെ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായതിനെ തുടർന്ന് ബന്ധപ്പെട്ട നേതൃത്വത്തിന് ഇവിടുത്തെ മണ്ഡലം ബ്ലോക്ക് നേതൃത്വത്തിനൊക്കെ അറിയിച്ചിരുന്നു. ഇലക്ഷൻ വരാൻ പോവുകയാണ്, മീഡിയയിലൊക്കെ ഇത്തരം കവറേജ് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ ബാധിക്കും, നല്ല രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്ക്. പഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ടവരാണ് മെമ്പർമാർ. അപ്പം അതിനനുസരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പലതവണ പറഞ്ഞിട്ടും അവർ യാതൊരു ഇടപെടലും അതിൻ്റെ പേരിൽ നടത്തിയില്ല. ആ പൊതുസ്ഥലത്ത് നമ്മൾ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ അവിടെ ഉദ്ഘാടനം ചെയ്യാൻ ചെന്ന ഞാനും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാർഡിലെ മെമ്പർ, കോൺഗ്രസിൻ്റെ മെമ്പറായ മെമ്പർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവരൊക്കെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. പഞ്ചായത്ത് ഉദ്ഘാടനം തീരുമാനിച്ചതിന് മുമ്പ് തന്നെ മിനി മാസ്റ്റർ ലൈറ്റിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ പഞ്ചായത്ത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ തനിയെ ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ വളരെയധികം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ വളരെ നല്ല രീതിയിൽ അതിന് നല്ല പ്രചരണം നൽകുകയും കൂടി ചെയ്തപ്പോൾ സാധാരണക്കാരായ നമ്മുടെ അഭിമാനത്തിനോ ഒന്നും ഒരു വിലയില്ല എന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കേണ്ടി വന്നു. തുടർന്ന് ഇനി മത്സരരംഗത്തേക്കില്ല, രാഷ്ട്രീയത്തിലും ഇല്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് മാറുന്നത്. മണ്ഡലം പ്രസിഡന്റ് മാത്രമാണ് തുടർന്ന് മത്സരിക്കുന്നതിനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നുള്ളൂ. വാർഡിലേക്കോ ബ്ലോക്കിലേക്കോ എവിടേക്കെങ്കിലും മത്സരിക്കാൻ എന്നെ നിർബന്ധിച്ചത് ആൾ മാത്രമാണ്. ബാക്കി ആരും തന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ പക്ഷേ ഈ രാഷ്ട്രീയത്തിലെ ഈ ഒരു നേതൃത്വത്തിൻ്റെയും പ്രസ്ഥാനത്തിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ ആ നേതൃത്വത്തിൻ്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളതിനാൽ തന്നെ ഞാൻ ഒരിക്കലേക്ക് മത്സരിക്കാനില്ല. ഞാനിനി ഈ ഫീൽഡ് തന്നെ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് പറ്റില്ല, അതിനോട് തുടർന്നു പോകാൻ പറ്റില്ല എന്ന് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് NDAയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള ഒരു ക്ഷണം വന്നത്. ഞാൻ പരമാവധി ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ആദ്യം തന്നെ ശ്രമിച്ചത്. പക്ഷേ നമ്മൾ ഇത്രയും വർഷം 10 വർഷം വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തി ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരാളല്ല. നിങ്ങളുടെ സേവനം ഇനിയും നമ്മുടെ നാടിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മളെ സമീപിക്കുകയായിരുന്നു. അവർ കുറേ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. ആ ആശയങ്ങളെല്ലാം ഈ ചേർപ്പ് പഞ്ചായത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണെന്ന് മനസ്സിലായി. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു പഞ്ചായത്തിൻ്റെ ഒരു പകുതി ഭാഗം മഴ പെയ്താൽ വെള്ളക്കെട്ട് അനുഭവിക്കുന്ന ഭാഗമാണ്. ഇത്തവണ പ്രതീക്ഷകൾക്ക് വിപരീതമായി 2 മാസത്തിലധികം നമുക്ക് ക്യാമ്പ് നടത്തേണ്ടി വന്നിരുന്നു. അതിൽ 1-2 സ്കൂളുകളെ, സർക്കാർ സ്കൂളുകളാണ് അത് നമ്മൾ തിരഞ്ഞെടുക്കാറ്. 2 സ്കൂളുകളിലെ വിദ്യാഭ്യാസത്തിന് തന്നെ അത് കാര്യക്ഷമമായി ബാധിക്കുന്ന രീതിയിൽ ഉണ്ടായി. പിന്നെ ക്ലാസ്സുകളൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്യാമ്പ് നടത്തുകയാണ് ഉണ്ടായത്. അപ്പം അതിന്മേൽ തന്നെ രക്ഷിതാക്കളിൽ നിന്നും മറ്റും ഒരുപാട് അതൃപ്തികൾ, കുട്ടികളുടെ പഠനം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അതൃപ്തികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായി ഇവിടെ ഒരു പ്രൊജക്റ്റ് അത്യാവശ്യമാണ്. അതിന് എനിക്ക് പഞ്ചായത്തിനെ കൊണ്ട് തനിയെ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിന് എല്ലാ സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാം വലിയൊരു ഫണ്ട് തന്നെ ആവശ്യം വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഇതുകളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ തീർച്ചയായും വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. അത് നമുക്ക് തനിയെ സാധിക്കുന്ന കാര്യവുമല്ല.
അവിടുത്തെ ആളുകളുടെ വികാരം അല്ലെങ്കിൽ അവരുടെ എല്ലാ വർഷവും ഈ സാധനങ്ങളുമായിട്ട് നിരന്തരം ക്യാമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കണം എന്നുള്ളൊരു വിഷൻ ഏറ്റവും ഫസ്റ്റ് വരതയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷൻ തന്നെ അതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണമെന്ന് തോന്നി. തുടർന്ന് വരുന്ന മറ്റു വിഷയങ്ങളിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് തെരുവുനായ്ക്കളുടെ വിഷയം. നമുക്കറിയാം നിരന്തരം ഇപ്പം എന്നെ വിളിച്ച് സംസാരിച്ച് വിഷമങ്ങൾ പറയുമ്പോൾ ഞാൻ പറയും, ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ, എനിക്ക് കടി കിട്ടിയാലും എൻ്റെ മക്കൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടുന്ന അതേ ഇത് തന്നെയാണ് എനിക്കും കിട്ടാൻ പോകുന്നത്. എനിക്കും പ്രത്യേകിച്ച് വേറെ പ്രിവിലേജ് ഒന്നും ലഭിക്കില്ല. അതാണ് ഈ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ സംവിധാനത്തിലാണ് അതിന് മാറ്റം വരേണ്ടത്, കൊണ്ടുവരേണ്ടത്. അതിന് കൃത്യമായുള്ള ഒരു പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൊണ്ടുവരുന്നതിനനുസരിച്ചാണ് പഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത്തരത്തിലുള്ള കുറേ പൊതുവായ വിഷയങ്ങൾ നമുക്ക് കൃത്യമായൊരു നടപടി സ്വീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയിൽ ഈ ഒരു കാര്യം പ്രത്യേകം പഞ്ചായത്ത് രാജ് ഉണ്ടാക്കിയ സമയത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. തെരുവുനായ്ക്കളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ തന്നെ ആ സമയങ്ങളിൽ ഇപ്പോൾ പഞ്ചായത്തിലൊരു തെരുവുനായുടെ കടിയേറ്റ് കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരം നടത്തും ഈ വിഷയമാണ്. പക്ഷെ കൃത്യമായ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ അതിനൊരു കൃത്യമായൊരു സംവിധാനം കൊണ്ടുവന്നത് നമ്മൾ പ്രാവർത്തികമാക്കാതെയാണെങ്കിൽ നമ്മളതിനെ ചലഞ്ച് ചെയ്യാൻ, ഈ പൊതുജനങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല. അപ്പം അത്തരത്തിലുള്ള നല്ല നല്ല ആശയങ്ങൾ, നമ്മുടെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതായ നല്ല നല്ല ആശയങ്ങൾ, അവരുടെ സാമൂഹ്യമായ ഉന്നമനം, അവരുടെ ക്ഷേമം, അതുപോലെ തന്നെ സ്ത്രീകളുടെ അതുപോലെ വയോജനങ്ങളുടെയും എല്ലാം സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഒത്തിരി കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് അവർ നമ്മളെ സമീപിച്ചത്. BJP അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചി ഏറ്റവും മുഖ്യമായിട്ട് BJPയെ സംബന്ധിച്ച് ഇത്തവണ ചേർപ്പ് പഞ്ചായത്ത് ഭരിക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരെല്ലാവരും. എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു കാഴ്ചപ്പാട്? ചേച്ചി ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിയാണോ? BJP സ്ഥാനാർത്ഥിയാണോ? ബ്ലോക്ക് ഡിവിഷന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെയും ഇപ്പൊ ഒരു 5 വാർഡാണ് ബ്ലോക്കിന്റെ ഈ ഡിവിഷനിൽ എനിക്കുള്ളത്. അതിലിപ്പോ ഒരു 3-4 വാർഡുകളിൽ നമ്മൾ പോയിരുന്നപ്പോൾ ഒരുവിധം ആളുകളുടെ എല്ലാം വികാരം, അവര് ഇത്രയും വർഷം കൊണ്ട് ഈ തുടർച്ചയായ ഭരണം കൊണ്ട് ഉള്ള അവർക്ക് മനസ്സ് മുരടിച്ച് പോയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയൊരിത്. നിങ്ങൾ നേരത്തെ ഇതിൽ നിന്ന് പോവേണ്ടതായിരുന്നു, നിങ്ങൾ നേരത്തെ ഇതിൽ നിന്ന് മാറേണ്ടതായിരുന്നു, നിങ്ങൾ നല്ല തീരുമാനമാണ് ഇപ്പം എടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും നമ്മളെ സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം വോട്ടായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് BJP ഭരിക്കും. വലിയ പ്രതീക്ഷ തന്നെ ഉണ്ട്. പ്രവർത്തകരുടെ സഹകരണം നല്ല സഹകരണം തന്നെയാണ്. കുറച്ച് പ്രശ്നങ്ങൾ തുടക്കത്തിൽ പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ മാറി ഇതിന്റെ ഭാഗമായിട്ട് വളരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മറ്റുള്ളവരും എല്ലാ 2 വിഭാഗക്കാരും നല്ല രീതിയിൽ തന്നെ അതിന്റെ അതെ അവരത്രയും നല്ല മോശമായിട്ട്, അതായത് ഞാൻ പണം വാങ്ങിക്കൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് വന്നത് എന്നുള്ള ആരോപണങ്ങൾ ഒരുപാട് ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി എനിക്ക് വീട്, എൻ്റെ ലോണുകൾ അതെല്ലാം NDA ഭാരതീയ ജനതാ പാർട്ടി വീട്ടി തന്നു എന്നുള്ള കുപ്രചരണങ്ങളെല്ലാം കുറെ മുന്നോട്ട് പോയപ്പോൾ അത് ആളുകളിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ആളുകളിൽ അത് ഉറച്ചു വിശ്വസിച്ച് പോകുമെന്നൊരു ഘട്ടം വന്നപ്പോൾ എല്ലാം തുറന്നു പറയേണ്ടി വന്നു. ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ടുള്ള സ്വത്ത് വിവരവും അതുപോലെ ബാധ്യത വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ആ നൽകിയതിൽ നിന്ന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അത് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ എന്തെങ്കിലും അത് ആ രീതിയിൽ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിയമ നടപടിക്ക് വിധേയമാകാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ് ക്ലബ്ബ് വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നു. ആ രീതിയിൽ വരെ എത്തിച്ചു. എല്ലാവിധ വിജയാശംസകളും. തീർച്ചയായും. താങ്ക് യു.